ദില്ലി പോലീസ് നടപടിയിൽ ഐഷി ഘോഷ് പാട്യാല ഹൌസ് കോടതിയിൽ അപേക്ഷ നൽകി. അറസ്റ്റ് വാറന്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് അപേക്ഷ നൽകിയത്. അതേസമയം AKG ഭവന മുന്നിൽ ഇന്നും വൻ പോലീസ് സന്നാഹം. ITBP സംഘത്തെയാണ് വിന്യസിച്ചത്. വിവരങ്ങളുമായി ഫെമിന സിയൻ കൂടി ചേരുന്നുണ്ട്. ഫെമിന, ഇന്നലെയും ഇതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ എത്തി നിയമവിരുദ്ധമായ നടപടിക്കെതിരെ ജോൺ ബ്രിട്ടാസ് MP അടക്കം ഇടപെട്ട് തിരിച്ചയക്കുകയാണ്. വീണ്ടും അവർ വേട്ടയാടുന്ന വിദ്യാർത്ഥികളെ പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്ന ഒരു നിലപാട് തുടരുകയാണ്. എന്തായാലും ഇതിനെതിരെ ശക്തമായ നിയമ പോരാട്ടം ശക്തമാക്കാനാണ് ഐഷി ഘോഷ് അടക്കം തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതെ ഉമ്മ, ഈ CJP പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളെ വേട്ടയാടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ഇന്ന് തുടർച്ചയായ രണ്ടാം ദിവസവും ഇത്തരത്തിൽ ITBP സേനയെ പോലീസ് ഇത്തരത്തിൽ ദില്ലി പോലീസ് ഇപ്പോൾ AKG ഭവന് മുമ്പിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദില്ലി പട്യാല ഹൗസ് കോടതിയിൽ ഐഷി ഘോഷ് ഈ അറസ്റ്റ് വാറന്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഒരു ഹർജി നൽകിയിട്ടുണ്ട്. കോടതി അല്പസമയത്തിനുള്ളിൽ ആ ഹർജി പരിഗണിക്കും. 2021 കേസിലാണ് ഇപ്പോൾ കൊടുന്നഞ്ഞി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ദില്ലി പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. നേരത്തെ CJP പ്രതിഷേധത്തിന് നേതൃത്വം വഹിച്ച മുഖ്യ പങ്കുവഹിച്ച ഒരാളെന്ന നിലയിൽ ഈ ഐഷി ഘോഷിനെ സഭ നേതാവായിട്ടുള്ള ഐഷി ഘോഷിനെ വേട്ടയാടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ദില്ലിയിലെ AKG ഭവനിൽ പോലീസ് അതിക്രമിച്ച് എത്തുകയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ടായത്. ഇതിൽ ജോൺ ബ്രിട്ടാസ് MPയുടെ നേതൃത്വത്തിൽ ഈ അറസ്റ്റ് തടയുകയായിരുന്നു. ഇന്നിപ്പോൾ ദില്ലി ഹൈക്കോടതിയിൽ ഈ ഒരു കേസ് ഇപ്പോൾ കോടതി പരിഗണനയിൽ വരും. അല്പസമയത്തിനുള്ളിൽ കോടതി കേസ് പരിഗണിച്ചേക്കും. അതേസമയം തന്നെ ഈ AKG ഭവനിലെ പോലീസ് അതിക്രമത്തിൽ ഇന്ത്യ സഖ്യം ശക്തമായിട്ട് അപലപിച്ചു. ജോസ് കെ മാണി, അതുപോലെ തന്നെ P സന്തോഷ് കുമാർ തുടങ്ങിയിട്ടുള്ള MPമാരെല്ലാം AKG ഭവനിൽ നേരിട്ടെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇവരെല്ലാം ഇത്തരത്തിൽ പോലീസിന്റെ ഈ ഒരു അതിക്രമത്തിനെതിരെ ഒരുമിച്ച് പോരാടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫെമിനയാണ് വിവരങ്ങളുമായി ചേർന്നത്.